ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. പൊതുമേഖലാ സ്ഥാപനമായ BSNL 2027 സാമ്പത്തിക വർഷത്തിൽ 558 കോടി രൂപ ലാഭം നേടുമെന്ന കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ടെലികോം വകുപ്പ് ഇക്കാര്യം പ്രവചിക്കുന്നത്. BSNLന്റെ 2024 വരുമാനം 19,344 കോടി രൂപയാണ്. 4G, 5G സേവനങ്ങൾ ആരംഭിക്കുന്നതോടെ വരും വർഷങ്ങളിൽ വരുമാനം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. വരുമാനത്തിൽ ഉണ്ടായേക്കാവുന്ന ഈ വർധനയെ അടിസ്ഥാനമാക്കിയാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പ്രവചനം. 2024 വരുമാനത്തിൽ നിന്ന് 73.5% വർദ്ധിച്ച് 2027 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 33,553 കോടി രൂപയാകുമെന്നാണ് കണക്കുകൂട്ടൽ. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി BSNLന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണവും വികസനവും സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ചെലവുകൾ കുറച്ചും പ്രവർത്തനേതര വരുമാനം വർദ്ധിപ്പിച്ചും നഷ്ടം ചുരുക്കാനാണ് നിലവിൽ BSNL ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ 2023 സാമ്പത്തിക വർഷത്തിൽ 8,161 കോടി രൂപയുണ്ടായിരുന്ന അറ്റനഷ്ടം 2024 സാമ്പത്തിക വർഷത്തിൽ 5,367 കോടി രൂപയായി ചുരുക്കി. ചെലവുകൾ കുറച്ചതും വരുമാനം നേരിയ തോതിൽ ഉയർന്നതും നഷ്ടം കുറയ്ക്കാൻ ഏറെ സഹായിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലക്ഷ്യമിട്ട വരുമാനം നേടുന്നതിൽ 4Gയുടെയും 5Gയുടെയും വ്യാപനം വലിയ പങ്ക് വഹിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഴയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ജനുവരി 1 മുതൽ വാട്സാപ്പ് ലഭിക്കില്ല. കിറ്റ്കാറ്റിനോ അതിനു മുൻപുള്ള OSകളിലോ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കുള്ള പിന്തുണ അടുത്ത വർഷം മുതൽ നിർത്തലാക്കുമെന്ന് വാട്സാപ്പ് അറിയിച്ചു. ഏറ്റവും പുതിയ ഫീച്ചറുകളും സുരക്ഷാ സൗകര്യങ്ങളും ഉപയോക്താക്കൾക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വാട്സപ്പിന്റെ നടപടി. പഴയ ഫോണുകളിൽ 2013 അവതരിപ്പിക്കപ്പെട്ട ആൻഡ്രോയിഡ് കിറ്റ്കാറ്റ് OS ഉപയോഗിക്കുന്നവർക്ക് ഇനി വാട്സപ്പ് ഉപയോഗിക്കുന്നതിൽ തടസ്സം നേരിടും. കിറ്റ്കാറ്റ് OSനുള്ള പിന്തുണ ഘട്ടം ഘട്ടമായി പിൻവലിക്കാനാണ് വാട്സപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയുടെ തീരുമാനം. പുതിയ OSകൾക്ക് അനുയോജ്യമായ വിധത്തിലാണ് വാട്സപ്പിന്റെ പല ഫീച്ചറുകളും എത്താറുള്ളത്. പഴയ ഫോണുകളിൽ ഈ പുതിയ ഫീച്ചറുകൾ പ്രവർത്തിക്കില്ല. ഈ സാഹചര്യത്തിലാണ് ഉപയോക്താക്കളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് വാട്സപ്പ് പഴയ OSകൾക്കുള്ള പിന്തുണ ഇടയ്ക്ക് പിൻവലിക്കാറുള്ളത്. സാംസങ്, മോട്ടോറോള, HTC, LG, സോണി തുടങ്ങിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയ ചില മോഡലുകളിലാണ് ജനുവരി മുതൽ വാട്സപ്പ് പിന്തുണ ലഭ്യമാകാത്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡാറ്റ ഉപയോഗിക്കാത്തവർക്ക് വോയിസ് കോളുകൾക്കും SMS-നും പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാൻ അവതരിപ്പിക്കണമെന്ന് ടെലികോം റെഗുലേറ്റർ ട്രായ്. പ്രത്യേക റീചാർജ് കൂപ്പണുകളുടെ പരിധി 90 ദിവസത്തിൽ നിന്ന് 365 ദിവസത്തേക്ക് നീട്ടി താരിഫ് ചട്ടങ്ങൾ ട്രായ് ഭേദഗതി ചെയ്തു. ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ട്രായുടെ പുതിയ ഭേദഗതി. വോയിസ്, SMS എന്നിവയ്ക്ക് മാത്രമായി കുറഞ്ഞത് ഒരു പ്രത്യേക താരിഫ് വൗച്ചറെങ്കിലും ടെലികോം സേവനദാതാവ് അവതരിപ്പിക്കണം. 365 ദിവസം വരെ കാലാവധി വാഗ്ദാനം ചെയ്യുന്നതായിരിക്കണമെന്നും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നു. നിലവിൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ, SMS, ഇന്റർനെറ്റ്, OTT സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്താണ്. റീചാർജ് ചെയ്യുന്ന പലർക്കും ഇതിലെല്ലാ സേവനവും ആവശ്യമില്ലെന്നും ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ട്രായ് ചൂണ്ടിക്കാട്ടി. അതിനാൽ ഇത്തരം ഉപഭോക്താക്കൾക്ക് വേണ്ടി വോയിസ് കോളും SMS മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഉറപ്പാക്കണമെന്നാണ് ഭേദഗതിയിൽ പറയുന്നത്. ഒരു സിം കാർഡിൽ വോയിസ് കോൾ, SMS മാത്രം വേണ്ട വ്യക്തിക്ക് കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാകും. സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെയും കോംബോ വൗച്ചറുകളുടെയും കാലാവധിയാണ് പരമാവധി 90 ദിവസമെന്നത് 365 ദിവസമാക്കി ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. i5-ന് പിന്നാലെ ഇന്ത്യയിൽ പുത്തൻ M5 കൂടി പുറത്തിറക്കി BMW. ആഡംബരത്തിനൊപ്പം പെർഫോമൻസിനും വലിയ പ്രാധാന്യം നൽകുന്നതാണ് 7ാം തലമുറ BMW M5. മുൻ തലമുറകളെ അപേക്ഷിച്ച് കരുത്തും ഭാരവും വർദ്ധിച്ചതാണ് ഹൈബ്രിഡ് സെറ്റപ്പിൽ പുറത്തിറങ്ങുന്ന M5. ഇന്ത്യയിൽ 1.99 കോടി രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ആൽപൈൻ വൈറ്റ്, ബ്ലാക്ക് സഫയർ, സോഫിസ്റ്റോ ഗ്രേ, ബ്രൂക്ലിൻ ഗ്രേ, ഫയർ റെഡ്, കാർബൺ ബ്ലാക്ക്, ഐസിൽ ഓഫ് മാൻ ഗ്രീൻ, സ്റ്റോംബെ, മറീന ബേ ബ്ലൂ, ഫ്രോസൻ ഡീപ് ഗ്രേ എന്നിവയാണ് പ്രധാന കളർ ഓപ്ഷനുകൾ. 5 സീരീസിനോട് സാമ്യതയുള്ള എക്സ്റ്റീരിയറാണ് പുതുതലമുറ M5-ലേത്. LED DLR-കളും കൂടുതൽ മെലിഞ്ഞ ഹെഡ്ലൈറ്റുകളും വാഹനത്തിന് മിഴിവേകുന്നു. ഇന്ത്യയിലെത്തുന്ന BMW M5-ന്റെ റൂഫടക്കം പല ഭാഗങ്ങളും കാർബൺ ഫൈബറിൽ നിർമ്മിച്ചതാണ്. ഇത് വാഹനത്തിന് ഭാരത്തിൽ 30 കിലോഗ്രാം വരെ കുറവ് വരുത്തും. 4.4 ലിറ്റർ V8 പെട്രോൾ എഞ്ചിനാണ് BMW M5-ന്റെ കരുത്ത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അധികമായി ഇലക്ട്രിക് മോട്ടോറിന്റെയും 18.6 kWh ബാറ്ററി പാക്കിന്റെയും കരുത്തുമുണ്ട്. വൈദ്യുതി മാത്രം ഇന്ധനമാക്കി 69 കിലോമീറ്റർ സഞ്ചരിക്കാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.